ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് ദി ട്രൂ ഐസ്ക്രീം. നിക്കി നിങ്ങളുടെ ഒരു ഭാഗ്യചിഹ്നമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തുടക്കത്തിലേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നടന്നു വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിലൊന്നും പെട്ടെന്നൊന്നും കിട്ടത്തില്ലായിരുന്നു. 15-20 ഒക്കെ എടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. നിക്കിയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ആരാ? അല്ല, അത് ഞാൻ. ചേട്ടൻ തന്നെയാണോ? അയ്യോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും കുട്ടികളാണ്. പലരുടെയും വിചാരം എനിക്ക് സംസാരിക്കുന്നുള്ളതാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ റിലേഷൻ? എന്റെ ബ്രദറാണ്. എൻ്റെ അളിയനാണ്. ചേച്ചി അനിയൻ ആത്മബന്ധം പറഞ്ഞപ്പോഴേ നമ്മളെ അത്രക്ക് അത് നല്ല പ്രായമുണ്ട്. അല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പോയതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ? ഇത് കുറച്ച് വിവാദകര കല്യാണമായിരുന്നു. എൻ്റെ ശരിക്കും വീട് പാടത്തിനക്കരയൊക്കെയായിരുന്നു. ചെറുപ്പത്തിലെ കണ്ടുപരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയം വലുതായപ്പോ ഇവിടം വരെ എത്തി. ഞങ്ങൾ മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്. വീട്ടുകാരുണ്ടായിരുന്നില്ല, ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ചേച്ചിയെ അമ്മീനെത്തി. നിങ്ങൾ എന്തെങ്കിലും എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നേ? ഓ, ഞാൻ വല്ല വിഷമം പിടിക്കുന്ന ക്വസ്റ്റ്യനുകൾ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു കരുതിയിട്ടാവുമല്ലേ? സില്ലികൾ. ചേട്ടാ, പിന്നെ ആ പട്ടിയെ കൂടി ഉള്ളിലേക്ക് വിളിച്ചോളൂ കേട്ടോ. ഏത് തെണ്ടിയാണ് എന്നെ പട്ടിയെന്ന് വിളിച്ചത്? ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് വെഡിങ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ എഡിറ്റിംഗ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററായി മാറിയിരിക്കുകയാണ്. ലൈഫ് ലിവിംഗ് ആൻഡ് നേച്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഓണർ, പ്രൊപ്പറേറ്റർ, സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, ആക്ടർ എല്ലാമായ നമ്മുടെ സ്വന്തം സീക്കോ ചേട്ടൻ. ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? വല്ലാത്തൊരു കഴിവ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇൻട്രോ. ശരി, അപ്പൊ ഞാൻ എന്തായാലും എല്ലാവരും പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. സോ ചേച്ചി അർച്ചന ചേച്ചി, ചേട്ടന്റെ വൈഫ് അർച്ചന ചേച്ചി. നെക്സ്റ്റ് അർജുൻ ബ്രോ, കുട്ടിമാമ. കുട്ടിമാമ, ഞെട്ടിമാമ. യെസ്, കുട്ടിമാമ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന അർജുൻ ബ്രോ. ആക്ച്വലി നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്റെ ബ്രദറാണ്. എൻ്റെ അളിയനാണ്. അളിയൻ. പെങ്ങളെ കെട്ടിച്ച സ്ത്രീധനത്തൊക്കെ തരും. അതിന് കൂടെ കൂടിയേക്കാണ് ഇപ്പൊ. ഓക്കെ, നെക്സ്റ്റ് ദേവു. എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 9th. ഓക്കെ. ദിയ? ഞാന് രണ്ടില്. ഭയങ്കര ക്യൂട്ടാണ്. നമ്മളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് വീഡിയോയ്ക്ക് അകത്തുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആക്ടിങ് ഒരു പാഷനായിട്ട് ചേച്ചി ഇതിനകത്ത് കടന്നുകൂടിയതാണോ? അല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പോയതാണ്. ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തതല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫിലെ ഒരു 8 വർഷം ഉണ്ടായിരുന്നു മസ്കറ്റിൽ. ഈ വീട് പണിയൊക്കെ തീർന്നപ്പോൾ അതൊക്കെ അങ്ങ് നിർത്തി വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ചുമ്മാ അങ്ങ് ഒരു പെട്ടെന്ന് തോന്നി ഒരു ബ്ലോഗ് തുടങ്ങിയാലോ എന്ന് ഇവരോട് ചോദിച്ചു. അവർ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങ് തുടങ്ങി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിച്ചു പോയതാണ്. താഴത്തെ വരുന്ന വഴിക്ക് സ്റ്റെയർ കേസിന്റെ സൈഡ് നോക്കിയപ്പോൾ അവിടെ ഒരു പൂജാമുറി ഞാൻ കണ്ടിട്ടുണ്ട്. മുകളിലേക്ക് കയറി വന്ന് ഇവിടെ വലത്തോട്ടോ ഇവിടെ ഒരു യേശുക്രിസ്തു നിൽക്കുന്നു. യേശുക്രിസ്തുവിനെ ഇപ്പൊ കാണാനല്ലോ സൈഡിൽ മാറ്റി ഞാൻ കണ്ടുപിടിച്ചത്. സോ അതെന്താ ഇത് ഇന്റർകസ്റ്റ് മതിയല്ലോ. ഈ ഒരു സംഭവത്തിൽ തന്നെ എല്ലാ സ്റ്റോറിയും ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം ആക്ച്വലി കഴിഞ്ഞത് കുറച്ച് വിവാദകര കല്യാണമായിരുന്നു. രജിസ്റ്റർ മാരേജ് തന്നെ ആയിരുന്നു. ഞങ്ങൾ അടുത്ത ഇതാണ്. എൻ്റെ ശരിക്കും വീട് ഇവരുടെ തറവാടിന്റെ ഒരു പാടത്തിനക്കരയൊക്കെയായിരുന്നു. അന്ന് അർജുൻ കൊച്ചുകുട്ടി. അന്നൊരു പട്ടിയായിട്ട് അർജുൻ പാടത്തിക്കട വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയമുണ്ട്. നേരിട്ട് കണ്ട് കാണുമായിരുന്നു. ഇടയ്ക്ക് അങ്ങനെ കണ്ടുപരിചയം. ചെറുപ്പത്തിലെ കണ്ടുപരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയം വലുതായപ്പോ പരിചയം ഇവിടം വരെ എത്തി. വീട്ടുകാരെ എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങള് മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്. വീട്ടുകാരുണ്ടായിരുന്നു, ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ മദറൊക്കെ കല്യാണത്തിന് ഒരു 1 year മുമ്പ് മരിച്ചതാണ്. അതെ, ഞങ്ങളെ കമന്റിൽ കൂടുതലും പേര് ചോദിക്കാറുണ്ട്, സീക്കോ ചേട്ടന്റെ ഫാമിലീസിനെ ഞങ്ങൾക്ക് അറിയില്ല, ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. ബ്രദറും അവന്റെ വൈഫും മാത്രമേ ഉള്ളൂ. അവർ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. ഇന്ന് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒറ്റപ്പെട്ട് അവരൊക്കെ മരിച്ചിരിക്കുന്ന സമയത്താണ്
കമ്പനിക്കായിട്ട്. ആ സമയത്ത് തന്നെ അവര് പോയിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് അത് എങ്ങനെയായിരുന്നു? അത് ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. ഫാദർ പിന്നെ അതിന്റെ ഷോക്കിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ പുള്ളി മരിച്ചുപോയി. അതെ അതെ അതെ, അത് ഒരു ഇതായിരുന്നു. അങ്ങനെ ആരും ഇല്ലാത്തടത്തോട്ട് ഞാൻ പോകുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു അതെ, അവർക്ക് വീട്ടിൽ ആരും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കുള്ളൂ. സാമ്പത്തികമായിട്ട് വന്ന കുറച്ച് പ്രശ്നമായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരു 1 ഇയറിന്റെ ഉള്ളിലെല്ലാം സെറ്റായി. ഇത് ചേച്ചി വന്നതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ലൈഫും അതുപോലെ തന്നെ സെറ്റ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഇതിലേക്ക് വരണമെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചേച്ചി, അത് വലിയൊരു ഭാഗ്യമാണ്. സോ നിങ്ങളുടെ ചേച്ചി അനിയൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ആത്മബന്ധം അതെങ്ങനെയാണ്? പറഞ്ഞപ്പോഴായി നമ്മളെ അത്രക്ക് ആത്മബന്ധമുണ്ട്. ഞങ്ങള് ചേച്ചി ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഞാൻ ചേച്ചിന്നല്ല പേരാ വിളിക്കുന്നത്. അത് നല്ല പ്രായമുണ്ട്. ഞാൻ എന്നാലും ചേച്ചിന്ന് വിളിക്കാറില്ല. അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. അത് ശരി. പിന്നെ ചെറുപ്പത്തിൽ ഇവർ തമ്മിൽ ചെറിയ ഒരു വൈരാഗ്യമുള്ള ആൾക്കാരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മാത്രം വീട്ടിൽ ഹോർലിക്സ് ബിസ്ക്കറ്റ് വാങ്ങി അടച്ചു വയ്ക്കും. പുള്ളിക്കാരി അത്യാവശ്യം അതെ, ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാൻ നോക്കുമ്പോ ബൂസ്റ്റിന്റെ കുപ്പി ഇരിക്കുന്ന ആളാ, മിച്ചറിന്റെ പൊതി ഇരിക്കുന്ന ആളാ, അതൊക്കെ അലമാരിക്കകത്തെടുത്ത് വെക്കും. എന്നിട്ട് കല്യാണം കഴിയുമ്പോൾ എന്നോട് പറയും, ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ബൂസ്റ്റ് കഴിക്കുന്നത് പറയും. അല്ല, അന്ന് ഞാൻ കട്ട് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ദേവുടൻ ചെയ്യുന്ന കട്ട് കഴിക്കാറുണ്ടോ? അങ്ങനൊന്നുമില്ല. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നത് ആർക്കായിരിക്കും? നമ്മളില് ഫാൻസ് വരുന്നേ? അയ്യോ, എളിമ കണ്ടോ? കാരണം ദേവു ഈ ഇത് വരുന്നതിന് മുമ്പ് ടിക്ടോക്കിൽ കുറച്ച് ഫെയിം ആയിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ അത് വെച്ചിട്ടാണ് ഞങ്ങള് ഏതായാലും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരാളെങ്കിലും അറിയുമല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ്. ദേവുവിന്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് വ്ലോഗ് ചെയ്യുന്ന അതെ കൂട്ടുകാരൻ, ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടിയാ അല്ലേ? സോ ദേവുടെ ഐശ്വര്യാണ് ഈ കാണുന്നതെന്നൊക്കെയാണ് പറയണത്. ഇത് ഈ പാവത്തിന് എനിക്ക് ഞാൻ ആലോചിക്കുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളാണ് നിങ്ങൾ രണ്ടാളും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കുട്ടിമാമ എന്നും പറഞ്ഞിട്ട് ഏറ്റവും മൂത്ത ആളാക്കി വെച്ചേക്കാണ്. അതിലെന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? നല്ല വിഷമമുണ്ട്. എന്നെക്കാൾ ഒരു 5 വയസ്സിന് ഇളയതൊക്കെ ആളുകൾ എന്നെ മാമാന്നാണ് വിളിക്കുന്നത്. അതായത് ചേച്ചിയുടെ സെയിം ഏജുള്ളവർ വരെ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്. പക്ഷെ എന്റെ അനിയനാണ്. അതെ, അവനൊരു സങ്കടം ഉണ്ട് അവനെ കുട്ടിമാമനാക്കിയതില്. അതുകൊണ്ടാണ് ഈ കണ്ണട തൊപ്പി വെച്ചിരിക്കുന്നത്. അതിന്റെ സങ്കടം അതൊന്നുമല്ല, കല്യാണ മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കുമോ എന്നുള്ളതാണ് പേടി അല്ലേ? ഒന്നാമത് ഇപ്പോ 30-ന് മുകളില് പിന്നെ ഇവള് ചേച്ചി വരെ എന്നെ ചേട്ടാന്ന് വിളിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. അത് ശരി. ഇനി അടുത്തത് നിക്കിയിലേക്ക് വരാം. നിക്കിയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ആരാ? അത് ഫസ്റ്റ് അല്ല, അത് ഞാനാണ്. ചേട്ടൻ തന്നെയാണോ? അയ്യോ, അത് നല്ല അത് ഡയലോഗ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെയാണ് നിക്കിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്? തുടക്കത്തിലേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച ഒരു മൂമെന്റ്സ് അല്ലെങ്കിൽ നടന്നു വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിലൊന്നും പെട്ടെന്നൊന്നും കിട്ടത്തില്ലായിരുന്നു. അത് തുടക്കത്തിൽ അങ്ങനെ ഒരു 10 ടേക്ക് 15-20 ടേക്കൊക്കെ എടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. പിന്നെ ഞാൻ ക്യാമറ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് എടുക്കും മൊത്തത്തിൽ. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ കിട്ടുമല്ലോ, അപ്പം അത് എടുക്കും. പിന്നെ ആ സമയത്ത് ചിലപ്പം ഡയലോഗ് മാറ്റും. നിക്കിയുടെ എക്സ്പ്രഷൻ ചിലപ്പോൾ ഞാൻ എഴുതിയ ഡയലോഗിന്റെ എക്സ്പ്രഷൻ ആയിരിക്കത്തില്ല. അപ്പൊ ഞാൻ ഡബ് ചെയ്യുന്ന സമയം ഞാൻ തന്നെയല്ലേ ഡബ് ചെയ്യുന്നത്. ഡബ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്രഷൻ അനുസരിച്ച് ഞാൻ ഡയലോഗ് ഇടും. അപ്പൊ കുഴപ്പമില്ലല്ലോ. പക്ഷെ ആ സൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞാൻ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഇതേ സൗണ്ടിലാണ് ഞാൻ ഡബ് ചെയ്യുന്നത്. ആക്ച്വലി നിക്കി നിങ്ങളുടെ ഒരു ഭാഗ്യ ചിഹ്നമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കി വന്നതിന് ശേഷമാണ് നിങ്ങൾ യൂട്യൂബിൽ എത്ര സജീവമാവുന്നതും. സോ ആ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പപ്പീസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞിട്ടാണ്, ഇവരുടെ നിർബന്ധപ്രകാരം വാങ്ങിച്ചാണ് ഞങ്ങള്. 35 ദിവസം പ്രായമുള്ളപ്പോഴല്ലേ നിക്കിനെ കൊണ്ടുവന്നത്. അതും ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ, സർപ്രൈസ് ആയിട്ടൊരു. നിക്കി വരുന്നതിന് മുന്നേ ഞങ്ങൾ വ്ലോഗ് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങിയത്. അതെ, നിക്കിനെ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്നു. അപ്പം അന്ന് ഞങ്ങൾ ബെഡ്റൂമിലായിരുന്നു നിക്കി കിടന്നുകൊണ്ടിരുന്നത് രാത്രി. അപ്പോൾ രാവിലെ ഒരു 6 മണി 5:30 ആകുമ്പോൾ നിക്കി എണീറ്റിട്ട് ഈ ബെഡിൻ്റെ സൈഡിൽ കൈ കയറ്റി വെച്ചിട്ട് കുരയ്ക്കും. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ ഇത് കേട്ട് ഇങ്ങനെ വന്നപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ നമ്മളോട് എന്തോ ചീത്ത പറയുന്നതാണല്ലോ എന്നുള്ളൊരു സംഭവം തോന്നി. അപ്പം അന്ന് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളൊരു വ്ലോഗ് എടുത്ത സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്തപ്പോൾ. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർത്തു,
ഒന്ന് സൗണ്ട് കൊടുത്തു നോക്കാം എനിക്ക് നമ്മളെ ചീത്ത പറയണമെന്ന് എത്ര ദിവസം നേരമായിട്ടൊന്നും എണീക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോയിസ് കൊടുത്തിട്ട് ആ വ്ളോഗ് ഇറക്കി. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ വന്നത്. പിന്നെ ഒരുവിധം എല്ലാ എപ്പിസോഡ്സിലും നിക്കിനെ നമുക്ക് കാണാറുണ്ട്. നിക്കി ഇതിനോട് സഹകരിക്കും. നിക്കിക്ക് ഇതൊക്കെ ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ നിക്കി ഇവിടെ ഇരുത്തി നമ്മളെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിക്കി അവിടെ പോകത്തില്ല. ഞാൻ താഴത്ത് വന്നപ്പോ തന്നെ കുറച്ച് എന്നെ ഒരു വിധമാക്കി. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പകുതിയും കൂടുതലും കുട്ടികളാണ്. 90% കുട്ടികളാണ്. അപ്പൊ അവർ പലരുടെയും വിചാരം നിക്കി സംസാരിക്കുന്നുള്ളതാണ്. അതെ, ഒരുപാട് ചെറിയ എത്രയോ പേര് ഇവിടെ സംസാരിക്കുന്ന നിക്കിനെ കാണാൻ വന്നിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അങ്ങനെയുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മളെ കമന്റ്സ് നോക്കിയാലും അല്ലാതെ നിക്കി സംസാരിക്കും ശരിക്കും ആണോന്നൊക്കെ ചോദിച്ചു. പിന്നെ ഈ ഒരു വീഡിയോസ് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാ, എത്ര ദിവസത്തെ എഫേർട്ടാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത് ഒരു സ്റ്റോറി നമ്മളെ മനസ്സിലുണ്ടാവും, സ്ക്രിപ്റ്റ് എഴുതും, പിന്നെ ഒരു ദിവസം ലീവ് ആക്കും, ഒരു ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കും, പിന്നെ ഒരു ദിവസം കൊണ്ട് എഡിറ്റും തീർക്കും. പാവം ദിയേനൊക്കെ എങ്ങനെയാണ് ഈ അഭിനയിച്ച് നന്നായിട്ട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അപ്പൊ ചെയ്യാറുണ്ട്? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിലൊക്കെ ഡയലോഗ്സ് ഒക്കെ കുറച്ച് പ്രശ്നമായിരുന്നു ചെറുപ്പത്തില്. അത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. പഴയ ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.